അവളോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്തെങ്കിലും അലമ്പിന് വന്നാൽ നീ മിണ്ടല്ലേ സമാധാനമായിട്ട് മാറി നിൽക്കുന്നു. എന്ത് ചെയ്താൽ പറഞ്ഞനുസരിക്കൂലെന്നേ. അവര് പറയണേലും 2 കൂട്ടി ഇവള് പറയും. പിന്നെ എപ്പോഴെങ്കിലും തലക്ക് വെളിവുണ്ടാവോ? അതിന്റെ ഉമ്മാക്കൊന്നും മിണ്ടായിരുന്നു ഇവിടെ. അത് മിണ്ടാതിരിക്കൂലെന്ന്. അവര് പഴയ ആളുകളല്ലേ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇവളോട് പല വട്ടം സമാധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തേലും വഴക്കുണ്ടായി ഞാൻ ഉമ്മയുടെ കൂടെ നിൽക്കണ പോലെ കാണിക്കും, അത് നമ്പറാണ്, നീ ഞങ്ങൾ സഹിക്കുക. അവർ ഇനി അധികം കാലമൊന്നുമില്ലല്ലോ കനക, നമ്മളൊന്ന് സന്തോഷിപ്പിക്കണ്ടേ. ഈ വാപ്പ മരിച്ചു പോയിട്ടുമൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അതിന്റെ ഒരു സ്നേഹമാണ്. ഇത് പറഞ്ഞ ഇവൾക്ക് ഒട്ടും മനസ്സിലാവൂലെന്ന്. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിപ്പോണേന്ന്. എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. എനിക്കൊരു 10-26 വയസ്സ് വരെ കൂട്ടുകാരായിട്ട് കൂടാ, സിനിമക്ക് പോകാം, പാട്ട് പാടാ, എപ്പോൾ വന്നി എപ്പോൾ പോകണമെന്ന് ഒരാളോടും പറയണ്ട. ഇതിങ്ങാട് കഴിഞ്ഞ പിന്നെ എൻ്റെ കനക 6 മണിയാകുമ്പോൾ വിളിക്കും, എവിടെ എത്തി, അങ്ങാട് പോയാ ഇങ്ങാട് പോയാ. നമ്മൾ ഈ പോസ്റ്റിലും ഒക്കെ കയറി നെഞ്ചു വരെ ഞങ്ങാട് ചെല്ലുമ്പോൾ ഇവള് പറയുവേ, ഇക്കാക്ക് റൊമാൻസ് പോരെന്ന്. ഞാൻ ഈ വെയിലും കൊണ്ടുപോയിട്ട് എന്ത് റൊമാൻസ് കാണിക്കാനാണ്? ഇവളീ ടിവിയും കണ്ടിരുന്ന സീരിയലും സിനിമയൊക്കെ അല്ലേ കാണണ. അതിൽ ഈ ചോക്ലേറ്റ് പിള്ളേർ കാണിക്കണ പോലെ നമ്മൾ കാണിക്കണമെന്നാണ് ഇവരുടെ മനസ്സിൽ. നമ്മളെ കൊണ്ട് പറ്റും. ഇവിടെ ഈ കണ്ണി കണ്ടവരുടെ വായിലിരിക്കണ കേൾക്കണം, ഏയുടെ തെറി കേൾക്കണം, വെയിൽ കൊള്ളണം. കല്യാണം ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഉണ്ടല്ല, ഈ പരിപാടിക്കാൻ നിൽക്കൂല. അതെ, കല്യാണം കഴിക്കണ കൂട്ടം പറഞ്ഞപ്പോഴാ അമ്മാവൻ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പരിപാടി? അമ്മാവന് കല്യാണം കഴിക്കാണ്ടല്ലേ? അതിന് അയാൾക്കിപ്പോൾ 10-60 വയസ്സ് കഴിഞ്ഞില്ലേ? അതെ, ഇപ്പൊ ഏത് സമയത്താ കല്യാണം കഴിക്കാൻ തോന്നുന്നു പറയാൻ പറ്റില്ലല്ലോ. അയാള് ചാകാനാണ് ട്ടാ. ഇതിപ്പോ എന്നെയും കൊണ്ടേ പോകും എല്ലാവരും കൂടെ എന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ അമ്മാവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതും കൂടെ ഞാൻ നോക്കേണ്ടി വരും. അത് നോക്കേണ്ടി വരും. ഇച്ചിരി പ്രായം കുറഞ്ഞ പെണ്ണിനെ നോക്കിക്കോ. അപ്പോഴൊക്കെ അത് തയ്യാറായിട്ട് വരുമ്പോഴേക്കും ഇയാൾ ചാകും. പിന്നെ നീ തന്നെ നോക്കേണ്ടി വരും അതിനാ. അല്ലേ, ഞാനും ക്ലീറ്റസ് ഒക്കെ പാടെ കൂടിയിട്ട് ഇന്നലെ സംസാരിച്ചത് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അവരും തീരെ താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അതിനിപ്പോ എന്തിനാ അയാൾ കല്യാണം കഴിക്കണത്? കല്യാണം കഴിക്കണ മൂപ്പർക്ക് കൈമുട്ട് വേദന, കാലുമുട്ട് വേദന, പിന്നെ കഴുത്തുളുക്ക്, പിന്നെ വയസ്സ് കാലമായി, തുള്ളി വെള്ളം എടുത്തു തരാൻ ആളില്ല. ഇതൊക്കെയാണ് പുള്ളി പറയുന്ന കാരണങ്ങൾ. എണീക്കാൻ പാടില്ലാത്ത ആളാണ് കല്യാണം കഴിക്കണം. എൻ്റെ കനക പൂർണ്ണ ആരോഗ്യം ഉണ്ടായിട്ട് ഇതിനെയൊന്നും മേയ്ക്കാൻ പറ്റണില്ല, പിന്നെയാണ് പാടില്ലാതെ കിടക്കുന്ന ആള്. ഇയാളോട് വല്ല സർക്കാർ ആശുപത്രി പോയി കിടക്കാൻ പറയുന്നത്, അവിടെ നേഴ്സുമാരുണ്ടല്ല. നീ ഒരു കാര്യം ചെയ്യോ, ഈ കേസ് എങ്ങനെയെങ്കിലും മുടക്കാനുള്ളൊരു സൂത്രം പറഞ്ഞു. കല്യാണം മുടക്കാൻ നമുക്ക് താല്പര്യമുള്ള കേസൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങോട്ട് ഒരു ഐഡിയ മഞ്ഞില്ല എനിക്ക്. പോസ്റ്റിലൊക്കെ കയറി നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും കത്തണം. നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ഒപ്പിക്കാം. പോരെ? ഇതെങ്ങനെയെങ്കിലും മുടക്കേ പറ്റൂ. മുടക്കണം. അയാളെങ്കിലും രക്ഷപ്പെടുത്തിയൊരു കൂലി നമുക്ക് കിട്ടുമല്ലോ. അതെ, ഇനി 1-2 പറഞ്ഞിരിക്കുന്ന നേരം വൈകും. വാ വാ.